ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡി മദ്രസയുടെയും കീഴിലുള്ള 7ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിൻ്റെ ചോദ്യ പേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഹാഫ് ഇയർലി എക്സാമിൻ്റെ ചോദ്യ പേപ്പറാണ്. അപ്പോൾ ഇത് എത്ര പാഠങ്ങൾ ഉൾപ്പെട്ട ചോദ്യ പേപ്പറാണെന്ന് നമുക്ക് ചോദ്യങ്ങൾ നോക്കി മനസ്സിലാക്കാം. നമുക്ക് മറ്റൊരു ചോദ്യ പേപ്പറും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന 6 ചാപ്റ്ററിൻ്റെതും 8 ചാപ്റ്ററിൻ്റെതൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഉപകാരപ്പെടുത്താം. ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ പാരായണം ചെയ്യേണ്ട ഉത്തമ രീതി. ഖുർആൻ പാരായണം ചെയ്യേണ്ട ഉത്തമ രീതിയാണ് തർത്തീലായിട്ടാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അടുത്തത്, ഖുർആനിലെ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങൾ. ഖുർആനിൽ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങൾ 14. അടുത്തത്, അൽ മദ്ദുൽ ലാസിമുൽ കലമി. ഇതിൽ ലാസിമുൽ കലമി കലിമത്തിൽ വന്നത് ഏതാണെന്നാ? കലിമത്തിൽ വന്നത് അൽ ഹാക്കത്ത് എന്നതാണ്. അലിഫ് ലാം മീം സ ഇത് ഹർഫിൽ വന്നതാണ്. അപ്പോൾ ലാസിം കലമി, ലാസിം ഹർഫി നന്നായി മനസ്സിലാക്കുക. കലിമത്ത് ഹാഇൽ വന്നു. മദ്ദശത്തിന് ശേഷം ശബ്ദമുള്ള ഒരു അക്ഷരം, അത് സുക്കൂനുള്ള അക്ഷരവും ഹർക്കത്തുള്ളൊരു അക്ഷരവും ചേർന്ന് വന്നതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മദ്ദശത്തിന് ശേഷം സ്ഥിരമായ സുക്കൂന് വന്നു. ലാസിം കലിമി ടെക്ക് ചെയ്യാം. അടുത്തത് എന്താണ്? 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധം. 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമായത് മദ്ദുൽ ലാസിമാണ്. മദ്ദുൽ ലാസിം 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ്. നമ്മൾ 7ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടത്. ലാസിം 3 അലിഫ് 6 ഹർക്കത്ത് ദൈർഘ്യം വേണമെന്ന് നിർബന്ധമാണ്. ആരിൽ 3 അലിഫ് വരെ നീട്ടലാണ് നല്ലത്. ലീന് 3 അലിഫ് നീട്ടാമെങ്കിലും 1 അലിഫ് മാത്രമായി നീട്ടലാണ് ഉത്തമം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണം. അടുത്തതാ, വ ആമനഹും മിൻ ഹൗഫ്. ഇവിടെ ഹൗഫ് എന്നതിൽ വന്ന മദ് ഏതാണ് ഹൗഫ്? എന്താണ്? ഫതഹയുടെ ഉടനെ വരുന്ന സുക്കൂനുള്ള വാവ് യാ മദ്ദുല്ലീന്. അപ്പോൾ ഇവിടെ മദ്ദുല്ലീനാണ്. ശേഷം വഖഫ് കാരണം സുക്കൂന് വരുന്നു. അപ്പോൾ ഇവിടെ മദ്ദുല്ലീന് എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്തതാ, മദ്ദുൽ മുൻഫസിലിന് ഉദാഹരണം. മുൻഫസിൽ എന്താണ്? മദ്ദക്ഷരവും അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വരണം. വമാ അദ്റാക്ക അതാണ് മുൻഫസിൽ. വത്തറാഇബ് ഇവിടെ എന്താണ്? അതേ കലിമത്ത് തന്നെയാണ് ഹംസ. മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിലാണ്. അപ്പോൾ അത് മദ്ദുൽ മുത്തസിലാണ്. ഇവിടെ മിൻജു എന്നത് ഇവിടെ മദ്ദുൽ ആരിലാണ്. അപ്പോൾ ഇവിടെ മമാ അദ്റാക്ക എന്നത് ടിക്ക് ചെയ്യാം. ഇനി മാച്ച് ചെയ്യാനാണ്. അടുത്ത ചേരുംപടി ചേർക്കാനാണ്. നമുക്കിവിടെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ മഹ്റജുകൾ യോജിച്ചത് ചേർത്ത് കൊടുക്കണം. എന്താണ്? നമുക്ക് ഹാഇൻ്റെ മഹ്റജ് ഏതാണ്? നമ്മൾ 4ാമത്തെ പാഠത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം തൊണ്ടയുടെ മദ്യം ഇവിടെ നിന്ന് കാറ്റോട് കൂടി പുറപ്പെടണം. തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് കാറ്റോട് കൂടി പുറപ്പെടുന്നു. അപ്പം അതിൻ്റെ സി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്തത് ഐന് ഇവിടെ നിന്നാണ്? തൊണ്ടയുടെ മദ്യം ഇവിടെ നിന്ന് കാറ്റില്ലാതെ പുറപ്പെടുന്നു. അതിന് തൊണ്ടയുടെ മദ്യം അവിടെ നിന്ന് കാറ്റില്ലാതെ പുറപ്പെടുന്നു. അപ്പം അതിൻ്റെ ഇ. അടുത്തത് സായി എന്താണ്? നാവിൻ്റെ കൂർത്ത അറ്റം ഇവിടെ നിന്ന് താഴെയും മേലെയുമുള്ള മുൻപല്ലുകളിലൂടെ പുറപ്പെടുന്നു. നാവിൻ്റെ കൂർത്ത അറ്റം. അപ്പം അതിൻ്റെ നമുക്കവിടെ കൊടുക്കാം. അടുത്തതാ ലോ നാവിൻ്റെയും മേലെ മുൻപല്ലുകളുടെയും തല. നാവിൻ്റെയും മേലെ മുൻപല്ലുകളുടെയും തല ലോ. അപ്പം അതിൻ്റെ ബി നമുക്കവിടെ കൊടുക്കാം. അടുത്തത് ലോദ് എന്താണ്? ലോദ് നാവിൻ്റെ അരുവും മേലെ അണപ്പല്ലുകളും. നാവിൻ്റെ അരുവും മേലെ അണപ്പല്ലുകളുമാണ് ലോദ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡി നമുക്കിവിടെ നൽകാം. അപ്പോൾ ഇതുപോലെ നമുക്ക് അക്ഷരങ്ങൾ മാറിത്തരാം. നമ്മളെ 4ാമത്തെ പാഠത്തിലാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ ആ പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കുക. പുള്ളിയുള്ള അക്ഷരങ്ങൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ അതൊന്ന് മനസ്സിലാക്കി പഠിക്കണം. അടുത്തത് എന്താണ്? പൂരിപ്പിക്കാനാണ്. എന്താ വന്നത്? വല്ലഹദു ബിത്തജ്വീദി ലാസിബുൻ മല്ലം യുജവ്വിദിൽ ഖുർആന ആസിമ. നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ
വറത്തിലിൽ ഖുർആന തർത്തീല എന്നതിൽ നമ്മൾ ഒരു ബൈത്ത് അവസാനം പഠിച്ചിരുന്നു അല്ലേ? അതാണ് വന്നത്. അപ്പം എന്ത് ചെയ്യുന്നു? വല്ലഹദു ബിത്തജ്വീദി ഹതമുൽ ലാസിമുൻ മലം യുജവ്വിദിൽ ഖുർആന ആസിമുൻ. അപ്പോൾ മറ്റു 2 ലൈറ്റും കൂടി ഉണ്ട്, അത് മാറി വരാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അടുത്തത് എന്താണ്? അല്ലാഹു തആലയുടെ ഡാഷ് പരാമർശിക്കുന്ന ആയത്തോതുമ്പോൾ കാരുണ്യം ചോദിക്കണം. എന്ത് പരാമർശിക്കുന്നതാണ്? അള്ളാഹുവിൻ്റെ റഹ്മത്ത് പരാമർശിക്കുന്ന ആയത്തോതുമ്പോൾ കാരുണ്യം ചോദിക്കണം. അദാബിനെ കുറിച്ച് പറയുമ്പോൾ കാവൽ തേടുകയും വേണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ 3ാമത്തെ പാഠത്തിലാണ്. അപ്പം അത് പഠിക്കുക. അടുത്തത് എന്താണ്? അൽ മദ്ദുൽ ആരിൽ ഡാഷ് വരെ നീട്ടലാണ് നല്ലത്. മദ്ദുൽ ആരിൽ 3 അലിഫ് വരെ നീട്ടലാണ് നല്ലത്. മദ്ദുൽ ആരിൽ അപ്പം അത് 3 അലിഫ് വരെ എന്ന് എഴുതാം. അടുത്തതാ ഹർക്കത്തുള്ള ഡാഷ് മൊഴിയുന്ന സമയമാണ് അൽ മദ്ദുൽ അസ്ലീൻ്റെ ദൈർഘ്യം. എന്താണ്? ഹർക്കത്തുള്ള 2 അക്ഷരം മൊഴിയുന്ന സമയമാണ് മദ്ദുൽ അസ്ലി ദൈർഘ്യം. അത്രയാണ് നീട്ടേണ്ടത് മദ്ദുൽ അസ്ലി. അടുത്തതാ അൽ മദ്ദുൽ അസ്ലീന് ഡാഷ് എന്ന് പേരുണ്ട്. മദ്ദുൽ അസ്ലീക്ക് എന്താണ് പേര്? മദ്ദു തൊബഈ എന്ന് പേരുണ്ട്. അടുത്തത് 1 അലിഫിനേക്കാൾ കൂടുതൽ ഡാഷിനെ നീട്ടാൻ പാടില്ല. 1 അലിഫിനേക്കാൾ കൂടുതൽ എന്തിനെയാണ് നീട്ടാൻ പാടില്ലാത്തത്? 1 അലിഫിനേക്കാൾ കൂടുതൽ മദ്ദുൽ അസ്ലി നീട്ടാൻ പാടില്ല. മദ്ദുൽ അസ്ലി വരുന്ന എല്ലാ പദങ്ങളിലും 1 അലിഫിൻ്റെ കദർ നീട്ടിയാണ് ഓതേണ്ടത്. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. മദ്ദുൽ ലാസിം ഹറഫീക്ക് ഒരു ഉദാഹരണം. ലാസിം ഹറഫീക്ക് നമ്മൾ കുറേ ഉദാഹരണങ്ങൾ പഠിച്ചിട്ടുണ്ട്. നൂൻ, ഖാഫ്, യാസീൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഓക്കെ. അടുത്തത് എന്താണ്? മദ്ദുൽ മുത്തസിലിന് പറയുന്ന മറ്റൊരു പേര്. മദ്ദുൽ മുത്തസിലിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? മദ്ദുൽ മുത്തസിലിന് മദ്ദുൽ വാജിബ് എന്നും പേരുണ്ട്. മദ്ദുൽ മുത്തസിലിന് മദ്ദുൽ വാജിബ് എന്ന് പേരുണ്ട്. മദ്ദുൽ മുത്തസിൽ 1 അലിഫിനേക്കാൾ, അതായത് അസ്ലിയായ മദ്ദിനേക്കാൾ നീട്ടൽ വാജിബാണ്. 3 അലിഫ് 6 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. ഒക്കെ മനസ്സിലാക്കണം. അടുത്തത് എന്താണ്? റസ്മുൽ ഉസ്മാനിയിലെ പ്രധാനമായും എത്ര നിയമമുണ്ട്? റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായും എത്ര നിയമങ്ങളുണ്ട്? എത്ര നിയമങ്ങളാണ്? റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായും 6 നിയമങ്ങളുണ്ട്. 6 നിയമങ്ങൾ. ഹദ്ഫ്, സിയാദ, ബദല്, ഹംസ്, വസ്ലൻ, ഫസ്ല്, മാഫി ഖിറാത്താനി, ഫക്കുത്തിബ ഇഹ്ദാഹുമ. ഇങ്ങനെ 6 നിയമങ്ങളുണ്ട് റസ്മുൽ ഉസ്മാനിയിൽ. ഇനി ലഫീ ഹുസ്ർ, ഇതിലുള്ള മദ്ദിൻ്റെ പേരെന്ത്? ലഫീ ഹുസ്ർ എന്നതിൽ മദ്ദിൻ്റെ പേര്, ഇതിൽ വന്ന മദ് അസ്ലിയായ മദ്ദാണ്. ലഫീ എന്നിടത്ത് യാ വന്നിട്ടുണ്ട് കസറയെ നീട്ടാൻ. അപ്പോൾ ഇവിടെ അസ്ലിയായ മദ്ദാണ് ലഫീ ഹുസ്ർ എന്നതിൽ. അപ്പോൾ വഖഫ് കാരണം അവിടെ മദ്ദക്ഷരമൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ ലഫീ ഹുസ്ർ എന്നതിൽ അസ്ലിയായ മദ്ദാണ്. അപ്പോൾ അവിടേക്ക് അസ്ലി എന്ന് എഴുതാം. അടുത്തത് അൽ മദ്ദുൽ മുത്തസിലിന് ഒരു ഉദാഹരണം എഴുതുക. മുത്തസിൽ മദ്ദക്ഷരവും അംസയും ഒരേ കലിമത്തിൽ വന്നതിന് ഉദാഹരണം. നമുക്ക് എന്ത് എഴുതാം, പക്ഷെ എന്നാലും നമുക്കിവിടെ മുത്തസിലിന് ഒരു ഉദാഹരണം വന്ന വത്തറാഇബ് എന്ന് വന്നിട്ട് വസ്സമായി എന്നൊക്കെ മുത്തസിലിന് നമുക്കിവിടെ ഉദാഹരണങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് നോക്കി എഴുതുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല മദ്ദക്ഷരവും അംസയും വന്ന ഏത് ഉദാഹരണവും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്തത് എന്താണ്? മദ് എത്ര ഇനങ്ങളാണ്? മദ് 2 ഇനങ്ങളാണ്. മദ് എത്ര ഇനം എന്ന് വെച്ചാൽ മദ് 2 ഇനങ്ങളാണ്. മദ്ദുൽ അസ്ലിയും ഫർഇയും. മാറിപ്പോരുത്. മദ് 2 ഇനം, അസ്ലിയും ഫർഇയും. അതിൽ ഫർഇയിലാണ് പിന്നെ 5 ഇനങ്ങൾ. ഫർഇ എത്ര ഇനം എന്ന് ചോദിച്ചാൽ ഫർഇ 5 ഇനാണ്. അതാണ് പിന്നെ നമ്മൾ മുത്തസിൽ, മുൻഫസിൽ, ലാസിം, ആരിൽ, ലീന് എന്നിവ പഠിക്കുന്നത്. അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. സദത്തു തിലാവയിൽ ചൊല്ലേണ്ട ദിക്ർ. സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ദിക്ർ ചൊല്ലണം. അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതാം. അടുത്ത മദ്ദുൽ ആരിൽ എന്നാൽ എന്ത്? മദ്ദുൽ ആരിൽ എന്നാൽ എന്താണ്?
വഖഫിന്റെ കാരണത്താൽ സുക്കൂന് നൽകി മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ആരിൽ എന്ന് പറയുന്നത്. വഖഫിന്റെ കാരണത്താൽ സുക്കൂന് നൽകി മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിനാണ് മദ്ദുൽ ആരിൽ എന്ന് പറയുന്നത്. അടുത്തത്, മറ്റു ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകതകൾ? വിശുദ്ധ ഖുർആന് മറ്റു ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് അന്ത്യനാൾ വരെ നിലനിൽക്കും. അതിന് പാരായണത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്. ഖുർആനിന് പ്രത്യേക എഴുത്ത് രീതിയുണ്ട്. ഇതൊക്കെ മറ്റു ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് ഖുർആനിന്റെ പ്രത്യേകതയാണ്. നമ്മൾ ഒന്നാമത്തെ പാഠത്ത് പഠിച്ചിട്ടുണ്ട്, എഴുതുക. അടുത്തത് എന്താണ്? എപ്പോഴാണ് മദ്ദുൽ ലാസിം ഉണ്ടാകുന്നത്? ഇത് 7ാമത്തെ പാഠം. നമുക്ക് ഈ 7ാമത്തെ പാഠം വരെയാണ് ഈ ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ എപ്പോഴാണ് മദ്ദുൽ ലാസിം ഉണ്ടാകുന്നത്? മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം അതേ കലിമത്ത് സ്ഥിരമായ സുക്കൂന് വന്നാലുണ്ടാകുന്നതാണ് മദ്ദുൽ ലാസിം. പിന്നെ തജ്വീദ് എന്നാൽ എന്താണ്? അക്ഷരങ്ങളുടെ മഖ്റജുകൾ, സിഫത്തുകൾ, ഹുക്കുമുകൾ എന്നിവ പാലിച്ച് ഉച്ചാരണം നന്നാക്കുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. അക്ഷരങ്ങളുടെ മഖ്റജുകൾ, സിഫത്തുകൾ, ഹുക്കുമുകൾ എന്നിവ പാലിച്ച് ഉച്ചാരണം നന്നാക്കുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. അടുത്തതാ, ഖാഫ് എന്ന അക്ഷരത്തിന്റെ മഖ്റജ് ഏത്? ഖാഫിന്റെ മഖ്റജ് ഏതാണ്? നാവിന്റെ മുരടും അണ്ണാക്കുമാണ് ഖാഫിന്റെ മഖ്റജ്. ഇവിടെ നിന്ന് കാറ്റില്ലാതെ തഫീമോട് കൂടി പുറപ്പെടുന്നു. നാവിന്റെ മുരടും അണ്ണാക്കും ഇവിടെ നിന്ന് കാറ്റില്ലാതെ പുറപ്പെടുന്ന അക്ഷരമാണ് ഖാഫ്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ചോദ്യം വരാം, അക്ഷരങ്ങൾ മനസ്സിലാക്കുക. അടുത്തതാ, മദ്ദുൽ ലീനിന് 2 ഉദാഹരണങ്ങൾ എഴുതുക. മദ്ദുൽ ലീനക്ഷരം വന്നതിന് ഉദാഹരണമാണ് ഐനൈൻ, മൗത്ത്, ഷഫത്തൈൻ. നമ്മുടെ സൂറത്തുൽ ഖുറൈശിൽ നമുക്ക് മദ്ദുൽ ലീന് വരുന്ന ആയത്തുകളാണ്. ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ് ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. അപ്പോൾ അതൊക്കെ അതൊക്കെ എഴുതാം. മദ്ദുൽ ലീന് വന്നതിന് ഉദാഹരണങ്ങൾ മനസ്സിലാക്കുക. അടുത്ത എന്താണ്? തജ്വീദ് നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിയോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്തായിരുന്നു പറഞ്ഞത്? ഇങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് പാരായണം ചെയ്തു തന്നത്. തുടർന്ന് അദ്ദേഹം നിയമാനുസൃതം ഓതിക്കൊടുത്തു. തജ്വീദ് നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തിയോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ഖുർആൻ പാരായണം ചെയ്തു തന്നത്. തുടർന്ന് അദ്ദേഹം നിയമാനുസൃതം ഓതിക്കൊടുത്തു. ഇനി 5 വരി കുറയാതെ എഴുതാൻ വന്ന റസ്മുൽ ഉസ്മാനിയെ കുറിച്ചിട്ട് എഴുതാനാണ്. നമ്മൾ 2ാമത്തെ പാഠം, നമ്മൾ റസ്മുൽ ഉസ്മാനി ഖുർആനിൻ്റെ എഴുത്ത് രീതി. അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലെ ഭാഷ അറബിയാണെങ്കിലും സാധാരണ അറബി എഴുതുന്ന പൊതു നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് ഖുർആനിലെ പല പദങ്ങളും എഴുതുന്നത്. ഈ എഴുത്ത് രീതിയാണ് റസ്മുൽ ഉസ്മാനി. ഈ രീതിക്ക് വിരുദ്ധമായി ഖുർആൻ എഴുതാൻ പാടില്ല. റസ്മുൽ ഉസ്മാനിയിൽ പ്രധാനമായും 6 നിയമങ്ങളാണുള്ളത്. ഹദ്ഫ്, സിയാദ, ബദല്, വസ്ല്, ഫസ്ല്, ഹംസയുടെ വ്യത്യസ്ത എഴുത്ത് രീതി, മാഫി ഖിറാഅത്താനി ഫഖുതിബ ബിഹിദാഹുമ. ഇങ്ങനെ ഈ 6 ചേർത്ത് അവിടെ 5 വരി കുറയാതെ നമുക്ക് എഴുതാം. അടുത്ത എന്താണ്? ഖുർആൻ പാരായണത്തിൻ്റെ അതബുകൾ. നമുക്ക് 3ാമത്തെ പാഠത്തു നിന്നാണ് ഇത് വന്നത്. കിബിലക്ക് അഭിമുഖമായിരുന്ന് നല്ല വസ്ത്രം ധരിച്ച് ബഹുമാനത്തോടെ മുസ്ഹഫ് പിടിച്ച് എല്ലാ അതബുകളും പാലിച്ചാണ് നാം ഖുർആൻ ഓതേണ്ടത്. പിന്നെ നിയമാനുസൃതം സാവധാനം പാരായണം ചെയ്യണം. അല്ലാഹു തആലയുടെ റഹ്മത്ത് പരാമർശിക്കുന്ന ആയത്തോതുമ്പോൾ കാരുണ്യം ചോദിക്കണം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ പോലുള്ള തസ്ബീഹിന്റെ ആയത്തോതുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലണം. സൂറത്തു തീൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ബലാ വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ എന്നും സൂറത്തുൽ ആശിയയിലെ സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും എന്നോദിയാൽ അല്ലാഹുമ്മ യസ്സിർ അലൈനാ ഹിസാബന എന്നും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബുൽ ആലമീൻ എന്നും ചൊല്ലൽ സുന്നത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഖുർആൻ പാരായണത്തിൻ്റെ അതബുകളെ കുറിച്ച് എഴുതി ഇവിടെ 5 വരി കുറയാതെ എഴുതാം, മനസ്സിലാക്കാം. ഇതുപോലെ മദ്ദുകളെ കുറിച്ചിട്ട് എഴുതാൻ വരാം. മദ്ദുൽ അസ്ലിയും ഫർഇയും അതിനെ കുറിച്ചിട്ട് എഴുതാം. പിന്നെ മദ്ദുൽ ഫർഇയിലെ 5 ഇനങ്ങളെ കുറിച്ചിട്ട് എഴുതാൻ വരാം. അതിനെ കുറിച്ചിട്ടും നമുക്ക് 5 വരി കുറയാതെ എഴുതാൻ കഴിയണം.
മുത്തസിലും മുൻഫസിലും മാത്രം എഴുതാൻ വരാം. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ വരാം. മനസ്സിലാക്കി പഠിക്കുക. 7 പാഠത്തു നിന്നുള്ള ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും തെറ്റുകളൊക്കെ പെട്ടു പോകുന്നുണ്ടെങ്കിൽ അറിയിക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.